മുൻപേ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. വല്ലാർ എന്ന് പറയുന്ന ആ ഒരു തമിഴ് ശരിക്കും അങ്ങനെ തന്നെയല്ലോ ഉച്ചാരണം. അതെ, ആ വല്ലാർ സിദ്ധർ അവരാണ് ശരിക്കും പറഞ്ഞ അഗ്നിയായിട്ട് ജ്യോതിയായിട്ട് പോയി എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. വേറെ ഒരു സിദ്ധന്മാരുമാണ് ജ്യോതിയിൽ പോയിട്ടില്ല. ജീവസമാധി കുറവായിട്ടുണ്ട്, പക്ഷെ ജ്യോതി ഒരു റൂമിനകത്ത് കയറി ജ്യോതിയായിട്ട് പോയ ഒരാളാണ് അദ്ദേഹത്തിന്റെ ഡയറക്ഷനിലാണ് മുരുകഭഗവാൻ. അത് മുരുകഭഗവാന്റെ ഡയറക്ഷനിൽ അദ്ദേഹമാണ് ഇനി വേൾഡ് അല്ലെങ്കിൽ ഇന്ത്യ റൂൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഡയറക്ഷനിലാണ് റൂൾ ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് നമുക്ക് മുമ്പേ കിട്ടിയിരുന്നത്. പക്ഷെ ഞാൻ ആ യാഗത്തിൽ ലേക്ക് ബോഡി ആക്ടിവേഷൻ വന്ന സമയത്താണ് വല്ലാസിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. അവർക്കൊരു ജ്യോതി എന്ന് പറഞ്ഞൊരു മന്ത്രം ലോകത്തെ സമർപ്പിച്ചതാണ് അദ്ദേഹം. അപ്പൊ അതെങ്ങനെയാണ് ആ സീക്രട്ടിലേക്ക് വന്നത്, അതെങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ വല്ലാറിലേക്ക് കണക്ട് ചെയ്ത ആ ഒരു പോയിന്റ് എന്തായിരുന്നു ഒന്ന് പറയാം. വല്ലാർ സിദ്ധർ കഴിഞ്ഞ യാഗസമയത്ത്, അതായത് ഡിസംബർ 4, 2022 യാഗസമയത്താണ് അദ്ദേഹത്തിന്റെ ശരിക്കും പറയിച്ച അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹത്തിന്റെ തമിഴ് എന്നുള്ളൊരു ഇതായിരുന്നു. യാഗം തമിഴ് ചോള രാജാക്കന്മാര് തമിഴ് സംസ്കാരം വല്ലാണ്ട് തമിഴ് എന്നുള്ളൊരു ഭയങ്കരമായിട്ട് എനിക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്, അതിനകത്ത് കിട്ടുന്നത്. ആ സമയത്താണ് വല്ലാർ സിദ്ധർ വന്നത്. ഭയങ്കരമായിട്ട് കയറി തുടങ്ങി. ഞാൻ എന്റെ ബുക്കില് വല്ലാർ സിദ്ധർ പടം വെച്ചിരിക്കാത്ത ആ ഫോട്ടോ വെച്ചിരിക്കാതെ ആ പാർട്ട് 2 ഭാഗമില്ല, ബുക്ക് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഭയങ്കരമായിട്ട് ആകുമ്പോഴാണ് ഞാൻ ആ അനുഭവങ്ങളാണ് പാർട്ട് 2 ഒരു പാരഗ്രാഫായിട്ട് എഴുതിയത് ഇവിടെ ഈ ബുക്കിന്റെ ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പേജ് ആ സമയത്ത് എനിക്ക് ആ സമയത്താണ് ഞാൻ ഇത് എഴുതിയിട്ട് ഞാൻ ആ സമയത്ത് എഴുതാറില്ല. പോകുമ്പോ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കണം, കൊടുക്ക് ഈ മാറ്റർ വേണം, വല്ലാർ സിദ്ധർ പടം വേണം ഇത് പറഞ്ഞിട്ട് ഞാൻ വ്യാസഗുഹ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടാണ് അരതിഗുഹ വ്യാസ, അവിടെ നിന്ന് അപ്പുറത്ത് പോയിട്ട് തർപ്പണം ചെയ്യാൻ വേണ്ടിട്ട് പോകും. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഈ വണ്ടി അപ്പൊ ഞാൻ ഒരു പണ്ഡിതിയാണ് അവിടെ, എനിക്ക് നല്ല ഞാൻ അദ്ദേഹമാണ് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പണ്ഡിതി. അവിടെ എല്ലാം ലോക്കൽ ഭയങ്കര കണക്ഷനാണ്. അപ്പൊ അദ്ദേഹത്തിന് 2 വീലറിലാണ് പോകണം. ഞാൻ ആദ്യം വന്നു 2 വീലർ പതിന്ന് വന്നു ജീവിതത്തിലാണ് വണ്ടി കയറുന്നത് പോയത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വണ്ടി നിർത്തി. അദ്ദേഹം ഇതൊക്കെ വിളിച്ചു പറഞ്ഞു വല്ലാർ സിദ്ധർ പടം അതിൽ വേണം എന്ന് പറഞ്ഞു വെച്ച്. അപ്പോൾ വ്യാസമൊക്കെ വരുന്നുണ്ട് അവിടെ എന്നിട്ട് ആൾ പറഞ്ഞു നമുക്ക് ആദ്യം ബലിതർപ്പണം കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഇതിന് ബാക്ക് സൈഡാണ് നമ്മുടെ ഗംഗാനദി ഒഴുകുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഭാഗത്തെ വെള്ളം. അപ്പൊ അതുവരെ നമുക്ക് പാറയെ കൂടെ നടന്നു പോകാം. പാറക്കൂടെ ചെറിയ ചെറിയ പാറക്കല്ല് കൂടെ നടന്നു പോയിട്ട് അവിടെ എത്തിയിട്ടാണ് ചെയ്യും. ഞാൻ നടന്നിട്ട് അവിടെ എത്തുമ്പോ കാണാതെ ഒരു പാറയിൽ വല്ലാർ സിദ്ധർ പണം വെച്ചിരിക്കും. അത് എവിടെ ഉത്തരേന്ത്യയില് ഒരു ഹരിദ്വാറില് തമിഴ്നാട്ടിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഈ കാര്യം പടം വേണമെന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഇറങ്ങിയപ്പോ ആ വണ്ടിയിൽ ഇറങ്ങിയാൽ നടക്കുമ്പോ ഞാൻ എവിടെയാണ് ആ വണ്ടിക്ക് വരണം നോക്കാം. അവിടെ ചെന്നിട്ട് ബലിതർപ്പണം ചെയ്യാൻ അവിടെ ചെന്നിട്ട് ബലിതർപ്പണം ചെയ്യാൻ നിശ്ചയിച്ച പാറ അടുത്ത പാറയില് വലിയ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിരിക്കുക. അവിടുന്ന് അതൊരു സ്പാർക്ക് എനിക്ക് കയറി. അവിടുന്ന് പിന്നെ അദ്ദേഹം എന്റെ ഒരു അച്ഛനെ പോലെ ഇതിന് ഗൈഡ് ചെയ്യും. അദ്ദേഹം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഗൈഡിങ് ആണ്. പക്ഷെ അദ്ദേഹം അസലായിട്ടൊന്നും ഗൈഡ് ചെയ്തിട്ട് മിഷനെ കൊണ്ടുപോകും. നമ്മുടെ ഇതില് 3 പടം എപ്പോഴും ഉണ്ടാവും. ഒരുപാട് പടം എന്റെ അമ്മ ശിവപാനോട് ഞാൻ പിന്നെ വല്ലാർ സിദ്ധർ, ഈ 3 പടമാണ് നമ്മുടെ എല്ലാത്തിനും മെയിൻ ആയിട്ട്. അപ്പൊ വല്ലാർ സിദ്ധർ എന്ന് പറയുന്നത് ഒരു മഹാസിദ്ധരാണ്. നമ്മളിവിടെ ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറയുന്നത് പോലെ തമിഴ്നാട്ടിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നതാണ് വല്ലാർ രാമസ്വാമി സ്വാമി. ഇദ്ദേഹം മുരുകഭഗവാൻ ഇദ്ദേഹത്തിന് കണ്ണാടിയില് കാഴ്ച കൊടുത്തിട്ടുണ്ട്. ആ കണ്ണാടി ഇപ്പോഴും ചെന്നൈയില് ഒരു അമ്പലത്തില് വല്ലാർ സിദ്ധർ അമ്പലത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കും. 2 തൈപ്പൂയത്തിന് മുരുകഭഗവാൻ ഏറ്റവും സേഫ്റ്റ് തൈപ്പൂയത്തിന് അന്നാണ് അദ്ദേഹം ഫിസിക്കൽ ബോഡിയിൽ ലൈഫ് ബോഡിയിലേക്ക് മാറി. അതായത് നമ്മൾ സമാധികള് നേരത്തെ പറഞ്ഞ ജീവസമാധി, പക്ഷെ ഫിസിക്കൽ ബോഡി ഡയറക്റ്റ് ലൈഫ് ബോഡിയിലേക്ക് പോയിക്കൊണ്ട ഒരാളാണ് ഇദ്ദേഹം വല്ലാർ സിദ്ധർ. അതാണ് നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഗൈഡൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്കും വളരെ അത്ഭുതമായിട്ടോ, കാരണം അത്രയും വലിയൊരു അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ ഇവിടെ കണക്റ്റായെന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ എനിക്ക് സംഭവം കത്തി, ഇതാണ് സംഭവം. കാരണം അപ്പൊ എന്റെ തീയതി കൂടി ശരിയായിരുന്നു എന്നൊരു ബോധം കൂടി ഉണ്ടായി. ഓക്കെ, അപ്പൊ എനിക്ക് മാത്രമല്ല ഇവിടെ കുറെ പേർക്ക് എനർജി ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് മനസ്സിലായി. ഇപ്പൊ എല്ലാമാരുടെ ഫൗണ്ടേഷൻ ഇപ്പൊ എവിടെ വരെ പറയാൻ പറ്റും? ഇപ്പൊ എല്ലാമാർക്കും അത് പറയണ്ട ശരിക്കും ചോദിച്ചതന്നെ. കാരണം നമ്മള് എല്ലാമാർക്ക്
നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങണമെന്ന് ചോദിച്ചു ഇതെങ്ങനെ അറേഞ്ച് ചെയ്യണത് ഗംഭീരമായിട്ട് അത് ഒരു ഭഗവാൻ അനുഗ്രഹം തന്നെ പറയാം. നമ്മൾ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇപ്പൊ ആൾക്കാർ, പിന്നെ കുറെ പേര് നമ്മൾ ഒപ്പം സഞ്ചരിച്ചു തുടങ്ങിയിട്ട് കുറെ കാലം. അപ്പോ സാധാരണ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളെ ഇതിലേക്ക് വരുന്ന ആൾക്കാർ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വന്നത്. വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യത്തിലാണ്. ഒന്ന് അവരുടെ പേഴ്സണൽ കാര്യത്തിന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ ഭഗവാൻ സാധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷമാവും, ഒരു വിശ്വാസവും. അപ്പൊ അവർ ഇതിന്റെ ഭാഗമായിട്ട് വരും. പിന്നെ ഭഗവാന്റെ ഡ്യൂട്ടിക്ക് ഞങ്ങളും ഉണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ അനുഗ്രഹം കിട്ടി ഞങ്ങൾ ഭഗവാനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാര്, അത് കൂടുതൽ ആൾക്കാർ അങ്ങനെയാണ്, കുറച്ച് ആൾക്കാര് തിരിച്ചതായിട്ട് എനിക്ക് അടുത്തില്ല വിളിക്കാത്തത്. അപ്പൊ അവർക്ക് എത്താനുള്ള ഒരു എനർജി റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലൈഫ് ബോഡി ആക്ടിവേഷൻ പോലത്തെ പരിപാടികളിൽ കിട്ടുന്നുണ്ട്, പിന്നെ ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ള ഫീലിംഗിൽ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പുതിയ വളരെ കൂടുതൽ ഇപ്പോൾ അതാണ് നടക്കുന്നത്. അത് ഈ റിസൾട്ട് ഒക്കെ വന്ന ശേഷം നമ്മള് മുൻകൂട്ടി പറയണം. നമ്മളൊരു കാര്യം കഴിഞ്ഞിട്ട് വന്നിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാനല്ല, മുൻകൂട്ടി പറയണ്ട ഇതിനാണ് ഇത് നടക്കുന്നത് ചെയ്യണത്, ഇതാണ് റിസൾട്ട്, ഇത് ഭഗവാൻ പറഞ്ഞത്, അതുപോലും എന്ത് സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കാര്യം കഴിഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ല, മുൻകൂട്ടി നമ്മൾ ഭഗവാൻ സഹായിച്ചിട്ട് ഇതാണ് ഭഗവാൻ പറഞ്ഞ കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനത്തെ ചെയ്താൽ ഇങ്ങനെയാണ് റിസൾട്ട് മുൻകൂട്ടി പറഞ്ഞത്. ആ റിസൾട്ട് വരുമ്പോ അത് ഒരുപാട് ആൾക്കാർക്ക് ആക്ടിവിറ്റി അവർക്ക് ഭാരതത്തിന്, എനിക്ക് ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ അടുത്ത കാലത്താണ് ആ ഒരു ഭയങ്കരമായിട്ട് ഞാൻ കാണുന്നത്. എല്ലാം മക്കൾ പറഞ്ഞ ആൾക്കാർ മറ്റേ 2 കാര്യമായിട്ട് മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കൂടുതൽ ഇതാണ്, ഞാനും ഭാരതീയനാണ്, അല്ലെങ്കിൽ ഞാനും ഒരു ഭഗവാന്റെ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, എന്റെ ജീവൻ കൊണ്ട് നിങ്ങളുടെ ഒരു ഗുണം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞ ആൾക്കാർക്ക്. അപ്പൊ ആ ഒരു ഫോണില് നമ്മളൊരു ടീം ഉണ്ടാക്കി, IT ഉണ്ട്, പിന്നെ ഫിനാൻഷ്യൽ, ഇപ്പൊ നമുക്ക് ഇതിനൊക്കെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചെലവുകളുണ്ട്. പക്ഷെ നമ്മൾ ഓരോ പരിപാടിക്ക് നമുക്ക് ഇതുവരെ ഒരു നിമിഷം വരെ ഒരു സ്പോൺസറിന്റെ അടുത്ത് പോയിട്ടും അതൊരു ഗുണമാണ്. നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ആരെടുത്ത് പോയി ഞങ്ങൾക്ക് ഇത്ര പൈസ വേണമെന്നോ ആരോട് ചോദിച്ചിട്ടില്ലേ, പൈസ വേണമെന്നോ അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ട് അതൊന്നുമില്ല. 2 കാര്യം ഞാൻ പ്രാർത്ഥിക്കണം, ആദ്യം കാശ് വന്നാൽ പ്രാർത്ഥിക്കാൻ എനിക്ക് അയക്കണം, ട്രസ്റ്റിന് കൊടുക്കുന്ന ഭഗവാന്റെ ഡ്യൂട്ടിക്ക് ഉപയോഗിക്കും, ആ വെബ്സൈറ്റ് നമുക്ക് കിട്ടും, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയാം. അത് മാത്രമല്ല നമ്മൾ ഈ യാഗം നടത്തുമ്പോൾ ഏതൊരു വലിയ സ്പോൺസർ എടുത്തോ വലിയ ആൾക്കാരുടെ യാഗം നടത്തുന്നത് സ്പോൺസർ ഇതുവരെ ഇത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനെ ഡ്യൂട്ടി ഉണ്ട് എന്ന് ഞാൻ നമ്മളെല്ലാവർക്കും മെമ്പർമാരോട് പറയുമ്പോൾ അവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ഇതുവരെ ഇത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇനി നടക്കാൻ പോണ വരുന്നത് ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ന സമയം അത് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഭാഗ്യമാണ് എന്നുള്ള ലെവലില്. അതുകൊണ്ടാണ് എനിക്ക് വരുമ്പോഴുള്ള ആളെ ഞാനും കണക്ട് ആയത്. കാരണം ഇദ്ദേഹം പൈസക്ക് വേണ്ടിട്ടോ പണത്തിന് വേണ്ടിട്ടോ പണം മേടിക്കുകയോ ഒരു ബിസിനസ്സുകാരുടെ കൂടി ഞങ്ങൾ യാഗം നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്ര രൂപ അമൗണ്ട് മേടിക്കുകയോ ഞാനായാലും ഇതുപോയാലും അത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ പോലുള്ള ആളായിട്ട് നമ്മൾ കണക്ട് ആയത്. കാരണം അങ്ങനെ പണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാളല്ല, നമുക്ക് സർവീസാണ് പ്രധാനം എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ചിന്തിച്ചു ഇത്രയും വലിയ യാഗം ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇതെങ്ങനെയാണ് പണമില്ലാതെ അല്ലെങ്കിൽ പണം എവിടെ നിന്ന് കിട്ടുന്നു എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ കാണുന്ന പരിപാടി കാണുന്ന എല്ലാവർക്കും അവർക്കും കൂടി ഒരു ഗുണമായി. നമ്മൾ പൈസ ആരെയൊന്നും മേടിക്കുന്നില്ല, ആരും പൈസ കൊണ്ട് ചോദിക്കുന്നില്ല, മേടിക്കുന്നില്ല. ആരാണോ മനസ്സറി തരുന്നത് അവരുടെ കാര്യം നടക്കുമ്പോ അവര് കുറച്ച് പൈസ തരുന്നത് അത് റെസിപ്റ്റ് പ്രകാരം മേടിച്ച് ഭഗവാൻ ഡ്യൂട്ടി അടുത്ത യാത്ര നടത്തണം പറയുകയാണ് ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. റെഡിയാ IT വിങ് റെഡി, അതിന്റെ പോസ്റ്റർ റെഡിയാക്കാൻ റെഡി, ഫണ്ട് തരാം, അതിന്റെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ തയ്യാറൊക്കെ റെഡി. അത് നമ്മളൊന്നും ചോദിക്കണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അവര് അതിന് വേണ്ട കാര്യങ്ങൾ വന്നു ചെയ്യും. അതൊരു ഔട്ട്സൈഡ് ചില ആൾക്കാരെ ചോദിക്കാൻ ആൾക്കാർ നമ്മുടെ മെമ്പർമാര് നമ്മുടെ ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ടതാണ് ഈ ഡ്യൂട്ടി. പുറത്തുനിന്ന് ഒരാളോട് പോയിട്ട് സഹായിക്കാൻ ചോദിക്കണമെന്നില്ല, ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഡ്യൂട്ടി. അതാണ് ഞാൻ ക്യാപ്റ്റൻ, നിങ്ങൾ ടീം അംഗങ്ങളാണ്, ഒരുമിച്ച് ചെയ്യും, നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യും. അത് മതി, വാസം കഴിച്ചിട്ട് അത് വരും, അതിന് വേണ്ട കാര്യങ്ങൾ ഗംഭീരമായിട്ട് വരും. അങ്ങനെ ഓരോ മെമ്പറും എല്ലാവരും 6 മാസം നടത്തുന്നുണ്ട്. പക്ഷെ അവര് തയ്യാറാണ്, ഞങ്ങൾ റെഡി എന്ന് പറയുന്ന ആവേശത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ റെഡി ആയിട്ട് അവരയക്കും. അത് ആ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് പെട്ടത് തയ്യാറാണ്. ഗ്രൗണ്ട് ഫോഴ്സ് ടീം ടീം അവരുടെ കയ്യിൽ കൊടുക്കും.
ഉഗ്രം അതായത് തമിഴ്നാട്ടിൽ സ്ട്രോങ് ആയ ഒരു ടീമുണ്ട്, ഭാസ്കർ ജനാർദ്ദനൊക്കെ. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഗ്രൗണ്ട് ഫുട്സ് ആരംഭിച്ച് തുടങ്ങി, രൂപപ്പെട്ട് ബാംഗ്ലൂരുണ്ട് നല്ലൊരു ടീം, മലേഷ്യയിലുണ്ട് നല്ല ടീം. പക്ഷെ ആ മലേഷ്യക്കാർക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ പറ്റും. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഈ ടീം റെഡിയാവും. ഞാൻ കൊടുത്ത ബഡ്ജറ്റിൽ വെച്ചിട്ട് ഇന്ന സാധനം വെച്ചാൽ അവര് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങി. A to Z അവസാനം എല്ലാ പരിപാടിയും വെച്ചാൽ എല്ലാവർക്കും നമസ്കാരം വേണ്ടി പിരിയണം വരെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ സൂര്യ ഭഗവാന്റെ നേതൃത്വത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള പിള്ളേർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഈ ഫൗണ്ടേഷനിലേക്ക് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് തീർച്ചയായിട്ടും സ്വാഗതം. ജാതി മതമൊന്നുമില്ല, തീർച്ചയായിട്ടും വരാം. ഫണ്ടൊന്നും വേണ്ട, പൈസ നേരം മേടിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ കൊടുത്താൽ മാത്രം മതി. അങ്ങനെ അതിന്റെ റെസീറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം എന്നല്ല. അത് മാത്രല്ല എനിക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ വളരെ വലിയ കാര്യം. അത് മാത്രല്ല മാർച്ച് 15 എന്റെ പിറന്നാളും കൂടിയാണ്. ആ ദിവസം എന്റെ പിറന്നാളും കൂടിയാണ്. അതല്ലേ, കാരണം ആ യാത്ര കൊണ്ട് എന്റെ ലൈഫിൽ മാറുമെന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ടീമിന്റെ ഒക്കെ ഒരു ലൈഫ് തന്നെ മാറും മാർച്ച് 15 കഴിഞ്ഞാൽ. ഒരു ഉൾവിളി കിട്ടിയിട്ടുണ്ട്. എന്തായാലും എത്തണം അവിടെ. അപ്പൊ ആ ടീമുണ്ട് എല്ലാം ടീം, ആ ഗ്രൗണ്ട് ഫോഴ്സ് ടീം, അതൊക്കെ ഒരു ഭാഗ്യമാണ്. അവിടെയാണ് നമ്മുടെ ഡൗട്ട് ഉണ്ടായിരുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ കൺസെപ്റ്റ് വർക്ക്. ഞാൻ ഇപ്പോഴും ദൈവ വിശ്വാസം നിരാശവാദിയായി ഞാൻ ദൈവവിശ്വാസത്തിൽ വന്നത്. ഇവിടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് സാധനം വർക്ക് ചെയ്തിട്ട് എല്ലാവരുടെയും ഗോഡ് പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ തലയിലും എല്ലാവർക്കും തലയിലും ഈ ബ്രെയിനിൽ ഈ സംഭവം ഗോഡ് പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയമായാലും നബിയായാലും എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന ഫലമായിട്ടാണ് ഈ ടീമുകളും എല്ലാം ഉണ്ടായെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ടീമിന്റെ കൂടെ ഞാനും ചോദിച്ചത്. നേരത്തെ ചോദിച്ചല്ലോ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളായാലും പേഴ്സണായിട്ട് അറിയുന്ന ആളുകളും കൂടിയാണ് പറയുന്നത്. ഈ വിങ് നടക്കുന്നത് നമ്മൾ ആരും പൈസ വെച്ചിട്ടല്ല. അവര് സേവനായിട്ട് ഇറങ്ങാണ്. അവര് സേവനായിട്ട് ഇപ്പൊ 15 പേര് പഴനിട്ട് ഉച്ചയ്ക്ക് യാത്ര ചെയ്തിട്ട് ബൈ റോഡ് മുരുകാട് വിക്രം 7-ാം തീയതി പോയി കഴിഞ്ഞാൽ 10-ാം തീയതിയാണ് അവിടെ എത്തുക. 15-ാം തീയതി പ്രോഗ്രാം കഴിഞ്ഞിട്ട് 17-ാം തീയതി റിട്ടേൺ ചെയ്ത് 20-ാം തീയതിയാണ് വീട്ടിലെത്തുക. എത്ര ദിവസം അവര് അവര് എല്ലാ ജോലിയിൽ നിന്നും വിട്ടു വന്ന് ലീവ് എടുത്ത് വന്നിട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യാം. അത് ഒരു രൂപ എടുത്തിട്ടല്ല, ഫുള്ളായിട്ട് വന്ന് ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം ഇത്ര ദിവസം. അത് കഴിഞ്ഞ് തിരിച്ച ഒരു വീട്ടിലെത്തുള്ള ഒരു ആദ്യോടുകൂടി അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട്. മറ്റേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാമാർക്ക് താനെ ചേർന്ന കൂട്ടാണ്. തമിഴ് പിള്ളൊക്കെ പറയുമ്പോ ഞാൻ പറയും എല്ലാമാർക്ക് നമ്മള് പോഴ്സണല്ല, താനെ ചേർന്ന കൂട്ടാണ്. അതിനൊരു പവറും ഒരുപാട് പവറുണ്ട്. അപ്പൊ ഇത് മൂലം ഇനി ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാം? ഈ യാഗം കഴിയുന്നതോടുകൂടി ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് ഈ യാഗം മാത്രം 3 കാര്യം. ഒന്ന്, ഭാരതം എന്നുള്ള പേര് പവർഫുൾ ആവാൻ. 2, ദേശീയ പദം, ഇന്ത്യൻ ദേശീയ പദം ഏറ്റവും ശക്തമായി പാറി പറക്കാൻ വേണ്ടി. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ ഏത് രാജ്യമാണ് ഇപ്പൊ ലോകം കൺട്രോൾ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് തുടങ്ങി, ഇപ്പൊ കുറച്ചാളായിട്ട് കുറച്ച് തുടങ്ങി. അവരുടെ പതാക എവിടെ കൊണ്ടുപോയാലും എല്ലാവർക്കും ബഹുമാനം. ആ ലെവലിലേക്ക് ഇന്ത്യ സൂപ്പർ പവറായിട്ട് മാറും. അതിനാണ്. 3ാമത് ദേവസേനാപതിയായ കമാൻഡർ ചീഫാണ്, ദേവസേനാപതിയാണ് മുരുകൻ. അദ്ദേഹത്തിന് അനുഗ്രഹം ഇന്ത്യൻ സേനയ്ക്ക് ഉണ്ടാവാൻ വേണ്ടി. അതായത് ഇന്ത്യ ആർമിക്ക് 3 ഇതും കൂടി എയർഫോഴ്സ്, ഡിഫൻസ്, ഇന്ത്യൻ ഡിഫൻസിന് കമാൻഡർ ചീഫായി മുരുകൻ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങള് പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കുന്ന കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ ഈ യാഗം കഴിഞ്ഞ് ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ വരും. കാരണം എന്താ അത്ര ഉറപ്പുപോയ കാരണം 2 യാഗം കഴിഞ്ഞപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു യാഗം കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും എന്നാണ് പറഞ്ഞു. അതേപോലെ സംഭവിച്ചു. കഴിഞ്ഞ യാഗം കഴിഞ്ഞപ്പോഴും പറഞ്ഞു ഇങ്ങനെ സംഭവിക്കും. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി ഇപ്പൊ പറയുന്നത് ഇങ്ങനെ സംഭവിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാ ന്യൂസിൽ വരുന്നുണ്ടോ. ഞാൻ എല്ലാവരോടും അറിയിക്കും. 2ാമത്തെ കാര്യം, ഈ 3 കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ യാഗത്തിന് മുമ്പും നമ്മള് ഭഗവന്റെ ഡയറക്ടർ സ്കന്ദപാട്ട് മഹായാഗം ചെയ്യണം. വിക്രമാദിത്യന് 9 പണ്ഡിതന്മാർക്കും ഉജ്ജയിനിൽ ബലിതർപ്പണം ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ യാഗങ്ങളും ചെയ്യും. പിന്നത്തെ യാഗം നടത്തുമ്പോൾ എല്ലാ ചോഴ രാജാക്കന്മാർക്കും ട്രിച്ചിയിലെ അമാവാസനാളിൽ ബലിതർപ്പണം ചെയ്തിട്ടുണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ നമ്മുടെ സിംഗപ്പൂർ ആദ്യത്തെ ഒരുപാട് കാലം പഠിച്ച സിംഗപ്പൂരിന്റെ ടോപ്പ് ലെവലിലേക്ക് ആക്കിയതിനും കനിഷ്ക മഹാരാജാവിനും ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മുടെ ഈ രാജ്യത്തെ പുതിയ സിംഗപ്പൂർ വെച്ചിട്ട് പേരറിയാം, ഇന്ത്യക്കാരനെ ജയിച്ച സുബ്രഹ്മണ്യൻ പുതിയ സിംഗപ്പൂർ. ഈ പ്രാവശ്യം നമ്മൾ ഈ ആകുന്നതിന് മുമ്പ് രണ്ടു വ്യക്തി, ഒന്ന് ഭാരത് എന്ന് പേര് കിട്ടാനായ ഭാരത് ചക്രവർത്തി, രണ്ട് BR അംബേദ്കർ. ഒന്ന് ഇന്ത്യക്ക് ആ പേര് കിട്ടാൻ പോയ ആള്, രണ്ടാമത് ഇന്ത്യൻ ഭരണഘടന എഴുതിയ മഹാൻ. ഈ രണ്ടുപേർക്ക് ചെയ്തു. അപ്പൊ ആ ചെയ്യുമ്പോ തന്നെ നമുക്ക് അറിയാം ഇതിന്റെ രണ്ട് കാര്യം ഇതാണ്. ഒന്ന് ഭാരത പേര് കിട്ടാൻ, ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് അത് ശക്തി കിട്ടാൻ. ഇതിലൊരു രഹസ്യം എന്താ അറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ബുദ്ധമത ചിഹ്നങ്ങള് അവതരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഡിസൈൻ നമ്മളിപ്പോ ഹിന്ദു ചിഹ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയുടെ പ്രധാന ചിഹ്നങ്ങൾ ബുദ്ധമത, അശോക സ്തംഭം, ഡോക്ടർ BR അംബേദ്കർ അവസാന കാലത്ത് ബുദ്ധമതമായി. ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് അശോക ചക്രവർത്തിയുടെ കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചില കാര്യങ്ങൾ ജയ് ഭീം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തിനെ ഇത് നടത്തി കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ട് രാഷ്ട്രീയപരമായി. അവിടെയാണ് നമ്മളിത് പറയുന്നത് ജയ് ഭാരതും വേണം, ജയ് ഭീമും വേണം. രണ്ടും നമ്മൾ കണക്ട് ചെയ്യണം. ഡിവൈഡ് കൊണ്ടുപോകേണ്ട കാര്യമല്ല. ബുദ്ധമതത്തിന്റേതായ സിംബലും എല്ലാം കൂടിയിട്ട് കണക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ രഹസ്യമാണെന്ന് പറയുന്നത്. ഇന്ത്യയുടെ രണ്ട് ആണവ പരീക്ഷണം നടത്തി. ഒന്ന് ആണവ പരീക്ഷണം നടത്തിയത് ബുദ്ധ പൂർണ്ണങ്ങളുടെ ദിവസമാണ്. വേറൊരു ആണവ പരീക്ഷണം നടത്തിയത് കോഡ് എന്നറിയും, ബുദ്ധൻ ചിരിക്കുന്നു കോഡ്. ഒന്ന് ഇന്നലെ കാലത്തെ സമയത്താണ്, ഒന്ന് വാങ്ങിപ്പോയതാണ്. രണ്ട് കാണുന്നില്ല. എന്നിട്ട് അതിലേക്ക് വന്ന് ചേർന്നു. കാരണം അവിടെ ആ ഡിസൈൻ വെച്ചത് അത് കവർ ചെയ്ത് പോകാൻ പറ്റില്ല. ഇതൊന്നും അറിയാതെയാണ് നമ്മള് രണ്ടും ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇതല്ല, ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്നതാണ്. അപ്പൊ അതിന്റെ ശക്തി കിട്ടണമെങ്കിൽ അതുകൊണ്ടാണ് ഈ ഭാരതം എന്നുള്ള പേരിനും ഇന്ത്യൻ ദേശീയ പതാകയ്ക്കും ഇന്ത്യൻ സേനയ്ക്കും നമ്മൾ ഈ യാഗം സമർപ്പിക്കുന്നത്. ഡയറക്ഷൻ ആണ് ഈ യാഗത്തിന്റെ അപ്പൊ ഈ യാഗത്തിലേക്ക് എന്തായാലും പിറന്നാള് എന്തായാലും ക്ഷണിക്കുക. പിന്നെ എല്ലാവരെയും ഞാൻ മാർച്ച് 6-ാം തീയതി 7-ാം തീയതി പഴനിത്തെ പ്രോഗ്രാമിനും പിന്നെ 14, 15 ഉജ്ജയിലത്തെ പ്രോഗ്രാമിനും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കണം. കാരണം എന്തായാലും എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും ദൂരെയാണ്, പക്ഷെ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആവും. വലിയ എക്സ്പീരിയൻസ് പണിയാകും തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു വന്നവര് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളത്. ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും മേടിച്ചില്ലാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഇതൊന്നും കൊടുക്കണ്ട, ഗിഫ്റ്റ് അങ്ങനെ മേടിക്കുന്ന ആളൊന്നല്ല എന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഇനി വരുന്ന യാഗം ഉജ്ജയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് അമ്പലങ്ങളും അവിടെ ഉണ്ട്. അതൊക്കെ കാണാൻ പറ്റുന്ന മഹാഭാഗ്യം തന്നെയാണ്. കാവാസി പോയപ്പോ തന്നെ വളരെ എനിക്ക് ഒരു അത്ഭുതമായി. അതേപോലെ ഉജ്ജയിൻ പോയി തന്നെ തീർച്ചയായിട്ടും ഒരു അത്ഭുതങ്ങളുടെ കലവറ തന്നെ അവിടെ തന്നെ കുറച്ചു കാലം മുമ്പ് വരെ മറ്റേ ചുടലപ്പറമ്പിന്റെ ഭസ്മം കൊണ്ടുവന്നിട്ടാണ് ചെയ്യാറ്. അപ്പൊ ഒരു പ്രത്യേക സ്ഥലം, അത് വല്ലാത്തൊരു സ്ഥലം. അവിടെ എത്തിപ്പെട്ട ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പ്രാർത്ഥിക്കാൻ ഈ യാഗത്തിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടാവുന്നതാണ്. മാക്സിമം അറ്റൻഡ് ചെയ്യും. അതോട് ഒരു കാര്യങ്ങൾ ഞാൻ ഈ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ യാഗത്തിന് സിംഗപ്പൂരിൽ നിന്ന് അവരെ വിളിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഡിസംബറിൽ അവരുടെ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചു. അവിടേക്ക് ക്ഷണിച്ചു. ഞാൻ പോയി ഡിസംബറിൽ. എനിക്കറിയില്ല എന്താ പരിപാടി. ഞാൻ അവിടെ ചെന്നപ്പോ വലിയ പ്രോഗ്രാം അവരുടെ ഒരു മൈതാനത്ത് ടെന്റൊക്കെ കിട്ടിയിട്ടാണ് നടക്കുന്നത്. 5-8 ദിവസം കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് പരിപാടി. അത് 2 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. ഒരു ഗംഭീര വരവേൽപ്പ്, മറ്റേ സിംഹ ഡാൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഗംഭീര വരവേൽപ്പോട് സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നോക്കുമ്പോ അവര് ചൈനീസ് ബോർഡിന്റെ കൂടെ തന്നെ ഇന്ത്യൻ ദൈവങ്ങളെയും അവരാരാധിക്കുന്നത്. സിംഗപ്പൂരിൽ മിക്സ്ഡ് ആയ കാരണം ആരാധിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ ഹോമം കണ്ട കാരണം അവർ അതേപോലെ ചെറിയ രീതിയിൽ ഹോമം വെച്ചിട്ട് എന്നെ അവിടെ എടുത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അത് എല്ലാവരും പറഞ്ഞു, ഇനി നിങ്ങളുടെ പരിപാടിക്ക് ഞങ്ങൾ വരാം, ഇനി വിളിക്കൂ, ഞങ്ങൾ വരാം, അതുകൊണ്ട് ഞങ്ങൾ വേണ്ടി നിങ്ങളെ വിളിക്കാം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് റിപ്പീറ്റ് ചെയ്യുന്ന ചരിത്രം ആ എനർജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ അത്ഭുതങ്ങൾ ഭഗവാനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ദുബായിൽ പോയിട്ട് ഫസ്റ്റ് ടൈം ആണ്. ഒരുപാട്
അപ്പൊ അവിടെ പോയി അവിടെ രണ്ടുപേര് മിത്രം പറഞ്ഞിട്ടാ വന്നെന്ന് പറഞ്ഞു. ലൈഫ് ബോഡി ലൈഫ് ബോഡി ആക്ടിവേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു രണ്ടുപേര് വന്നിട്ട് മിത്രം പോയി വന്നിട്ടാണ് അവിടെ ലൈഫ് ബോഡി ആക്ടിവേഷൻ പരിപാടി നടത്താൻ ഗംഭീരമായിട്ട് നടത്താൻ. അവിടെയൊക്കെ നമുക്ക് നല്ലൊരു ടീം, അവര് വർക്ക് ശ്രദ്ധിച്ച് നല്ലൊരു ടീം, അവര് നല്ലൊരു ഇൻവോൾവ്മെന്റ്. അവിടെ എനിക്ക് സംഭവം ഉണ്ടായിരുന്നു, അതുകൂടി പറയണം. ഞാൻ ഏത് സ്ഥലത്ത് പോയാലും സ്ഥലങ്ങൾ സൂക്ഷിക്കണം. സ്പിരിച്വൽ കാണുന്ന പോലെ തന്നെ അത് എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യും. അതെല്ലാ രീതിയിലും ഭക്ഷണമായാലും സ്ഥലങ്ങളായാലും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് അതും കൂടി ആസ്വദിക്കുന്ന ആളായിരുന്നു. അപ്പൊ എന്റെ ഈ ബുക്കില് ഞാൻ വായിച്ചിട്ട് അറിയട്ടോ ഒരു യാത്ര കൂടി പോലെ ഉണ്ടാവും. ഓരോ രാജ്യങ്ങളുടെ സംസ്കാരം, അവരുടെ ഭക്ഷണം ഒക്കെ ഞാൻ എഴുതാൻ കാരണം അതുകൊണ്ട്. അവിടെ ലാസ്റ്റ് ദിവസം ഞാൻ ആ ദുബായിൽ ബോട്ട് സർവീസിന് പോയിട്ടാണ്. തിരിച്ച് ഞങ്ങൾ അവിടെ എത്തണ സമയത്ത് ഞാനൊരു കാഴ്ച വരും. വലിയ ബിൽഡിങ്ങുകളുടെ ഉയരത്തിൽ ശിവഭഗവാൻ നിൽക്കും. ആ ഒരു വാങ്ങി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അവരോട് പറഞ്ഞു, പറഞ്ഞിട്ട് കുറച്ച് മണ്ണ് കൊടുക്കണം യാഗത്തിന് എടുക്കാൻ. എന്നിട്ട് യാഗത്തിനെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സമർപ്പിക്കാൻ വേണ്ടി. ആ മണ്ണ് എനിക്ക് എപ്പോഴും ഒരു അനുഗ്രഹം തന്നെ മണ്ണായിട്ട് എനിക്ക് തോന്നാറ് എനർജി. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അപ്പൊ അത് എടുത്തുകൊണ്ട് വന്നു. അതിൽ ഒരു എക്സ്പീരിയൻസ് ആയി, ദുബായിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയി. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലൈഫ് ബോഡി ആക്ടിവേഷൻ നടന്നു. അതിന്റെ കൂടെ പറയാം. പിന്നെ അതിന്റെ കൂടെ ഈ പുസ്തകം കാര്യം പറഞ്ഞപ്പോൾ പറയാം. ഈ പുസ്തകം 3-ാം പതിപ്പായി. ഇത് വായിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നു. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകളിൽ ഒരുപാട് ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് കുറെ പേര് വായിച്ചിട്ട് പറഞ്ഞു. ഒരുപാട് കിളി പോയി എന്തായാലും എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ തമിഴിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട് കേട്ടോ. ഇത് ആമസോണിൽ ഇത് മേടിക്കാം. ആമസോണിൽ ഗ്രീൻ ബുക്സിന്റെ അവരുടെ ബുക്ക് സ്റ്റാളുണ്ട്. രജിത്വാടെ വീട് കാണാൻ എവിടെയാണ്? തൃശ്ശൂരാണ്, തിരൂരാണ് സ്ഥലം. അപ്പൊ രജിത്വാക്ക് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്. മലയാളികളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ ആളുകൾ ഉണ്ട്, മുരുക ഭഗവാന്റെ ഡയറക്ഷനിൽ പോകുന്ന ആളുകളുണ്ട് എന്ന് അറിയിക്കുക എന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടില് രജിത്വാക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഒരുപാട് ചാനലിൽ വീഡിയോ ഡെല്ലമാർക്ക് തമിഴ് യൂട്യൂബ് ചാനൽ അടിച്ചാൽ തന്നെ തമിഴ് ഒരുപാട് വീഡിയോസ് രജിത്വാടെ കാണാൻ പറ്റും. ഞാൻ കുറച്ച് കണ്ടിരുന്നു. നല്ല നല്ല വീഡിയോസ്, ഒരുപാട് റെസ്പോൺസ് ഉണ്ട്. നല്ലോണം തമിഴ് ബുക്ക് നന്നായിട്ട് പോകും. മലയാളത്തിൽ ഇവര് ഹാപ്പിയാണ്. ഗ്രീൻ ബുക്സ് 3-ാമത്തെ പതിപ്പായി കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അത് എഴുത്തുകാരെന്നുള്ള സന്തോഷം നന്നായിട്ട് പറഞ്ഞു. അതെ. അപ്പൊ ഒരു രണ്ടും പറയാനുണ്ട്. രജിത്വാനെ ദൈവത്തെ പോലെ ആരും കാണരുത്. കാരണം നമ്മുടെ കഴിഞ്ഞ യാത്രയും പറയുണ്ടായി, കാലി വിടുക, തൊട്ട് ബന്ധിക്കുക, ഈ വക പരിപാടി ദൈവമായിട്ടൊന്നും കാണുന്ന ഒരാളല്ല. അങ്ങനെയല്ല, ദൈവത്തിന്റെ ഡയറക്ഷനിൽ പോകുന്ന ആളുകൾ. അങ്ങനെയാണ് രജിത്വാനെ ഞങ്ങളെല്ലാരും കണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളും ഈ കാല് തൊട്ട് വന്ദിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ പോലെ കാണാം, അതിനൊന്നും ആവശ്യമില്ല. മുരുക ഭഗവാന്റെ ഡയറക്ഷനാണ്. നമ്മളെല്ലാവരും അതിന് അംഗമാണ്. അപ്പൊ ആ ഒരു ടീമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ടീമിനോട് ഉണ്ടാക്കുക, അതാണ് ലക്ഷ്യം. അപ്പൊ ഈ യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ ഈ യാഗത്തിന് ഇനിയും ഇതൊരു പവർഫുൾ ആയിട്ട് ഈ മുരുക ഭഗവാന്റെ ഡയറക്ഷനിൽ വരുന്ന ആളുകള് ശക്തമായിട്ട് തന്നെ ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് എന്റെ ചാനലും ഇങ്ങനെ വീഡിയോ ചെയ്തത്. ഓക്കെ. ഒരുപാട് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വളർത്തി ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. അതെനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പിന്നിൽ പോയി ചകഞ്ഞെടുക്കുക, അതൊരു നല്ലൊരു തീർച്ചയായും വലിയൊരു കാര്യം തന്നെയാണ്. അത് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും പറയാനുള്ളത്, നമ്മളൊരു മുരുകാന്റെ യുഗമാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളൊരു കർമ്മം കിട്ടുകയാണെങ്കിൽ അല്ലെ ജീവിതത്തിൽ കിട്ടാനായിട്ട് വലിയ ഭാഗ്യമാണ്. പിന്നെ നമ്മള് നമ്മൾക്ക് വേണ്ടിയിട്ടൊന്നല്ല ചെയ്യുന്നത്, ഭാരതത്തിന് ഉയർത്താൻ വേണ്ടിയിട്ടും മുരുക ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടും സംസ്കാരത്തിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം എന്താ പറയാ വരാനും പറയാറില്ല, പോകുമ്പോ പോകരുതെന്നും പറയാറില്ല. അപ്പൊ അതിൽ വന്നിട്ടിരിക്കുകയാണ്. ഒരു ഗുഡ് ന്യൂസ് കൂടി ഉണ്ട് എന്റെ ചാനലിൽ. ഞാൻ ഇതുവരെ എന്റെ ചാനലിൽ ഒരു 4 വർഷമായിട്ട് ഒരു വീഡിയോയിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ പറയാറില്ല. കമന്റ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറയാതെ തന്നെ 10,000 സബ്സ്ക്രൈബർ ഇപ്പൊ എന്റെ ചാനലിൽ. സബ്സ്ക്രൈബ് ഒന്നും പറയാറില്ല. ഞാൻ ഒരുപാട് വീഡിയോസും ചെയ്യാറില്ല, ലൈവ് മാത്രമേ ചെയ്യാറുള്ളൂ കുറെ വർഷങ്ങളായിട്ട്. സോ അതുകൊണ്ട് നമ്മുടെ ചാനല് പതിയെ ഡെവലപ്പ് ആവുന്നുണ്ട്. കാരണം ഇതിലുള്ള ആളുകൾ തന്നെയാണ് കുറെ കേട്ടോ, കുറെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് വരുന്നത്. സോ രജിത്വായുടെ പഴയ ആളുകൾ അല്ല മാർക്കയുടെ കുറെ ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട് വരുന്നുണ്ട്. രജിത്വായുടെ കൂടെയാണ് അവർ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊരു ടീമാണല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയും ജോയിൻ ചെയ്യാൻ തയ്യാറാണെന്ന് വരുന്നുണ്ട്. സോ നമ്മൾ ബിസിനസ് പ്രോജക്റ്റുകൾ, അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാർഷികമായിട്ട്
ബന്ധപ്പെട്ട് പ്രോജക്റ്റുകൾ ഇനി ഭക്ഷ്യക്ഷാമം വരാൻ പോകുന്ന അറിയാം. പറഞ്ഞതല്ലേ, ഇപ്പൊ മൃഗോപാന്റെ കൺട്രോളില് ഭക്ഷണത്തിന്റെ ഒരു രീതി തന്നെ ഇവിടെ നിന്ന് മാറാൻ പോവാണ്. സോ അതിനും കൂടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് തീർച്ചയായും. അപ്പൊ ഇനി എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? എന്തായാലും ഈ ചാനലിൽ വന്ന് നിങ്ങളോടൊക്കെ വീണ്ടും കാണാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ് എല്ലാവരെയും. അതേമാതിരി നിങ്ങളെല്ലാവരും ക്ഷണിക്കുക. മാർച്ച് 6, 7 പഴനിയില്, 14, 15 ഉജ്ജയിൻ. ഉജ്ജയിനിലെ കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യണം എന്ന് പറഞ്ഞ് കുറെ പേര് കമന്റ് ഇട്ടിരുന്നു. അപ്പൊ ഒരു അഭ്യർത്ഥന, കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് സീക്രട്ടുകൾ ഈ ലോകത്തിനെ കുറിച്ചും ആളുടെ യാത്രയെ കുറിച്ചും ആളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് ഗ്യാപ്പ് പോലെ വന്നിട്ട് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോ വീഡിയോ കണ്ട എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹം കിട്ടട്ടെ. ഓം ശരണ. ഓം ശരണം.